Hi students, welcome to Class Aura. നമ്മൾ ലെവൽ 1 പാർട്ട് 6 ടോപ്പിക്കാണ് എടുക്കുന്നത്. നമുക്കറിയാം ട്രിഗണോമെട്രി ഫംഗ്ഷൻ നമ്മളിത് ഓരോ ഫോർമുല ഇതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് ഇ ആണ്. അതുപോലെ ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് ഇ ആണ്. ഈ രണ്ട് ഫോർമുല വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. നമുക്കൊരു ഇന്റഗ്രേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇന്റഗ്രലിനകത്ത് ആൻസറിനകത്ത് സി വന്നാൽ അതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ ഓർത്ത് വെച്ചോളണം. ഇപ്പൊ ഡെറിവേറ്റീവിനകത്താണെങ്കിൽ ക്വസ്റ്റ്യനിൽ സി വന്നാൽ മൈനസ് വരും. പക്ഷെ ഇന്റഗ്രേഷനകത്ത് ഏത് ഫോർമുലയുടെയും ആൻസറിനകത്ത് ഫസ്റ്റ് ലെറ്റർ സി ആണെങ്കിൽ ആൻസർ മൈനസ് ആയിരിക്കും. അപ്പൊ സൈൻ എക്സിന്റെ ആൻസർ എന്താ? അതുപോലെ പഠിച്ച് മൈനസ് കോസ് എക്സ് മാറിപ്പോയിരിക്കാൻ വേണ്ടി ഇത് ഓർത്ത് വയ്ക്കുക. ദെൻ എക്സാമ്പിൾ നോക്കാം. ഇന്റഗ്രൽ സൈൻ എ എക്സ് പ്ലസ് ബി ആന്ന് വെച്ചോ. ഇന്റഗ്രൽ സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡി എക്സ്. സൈൻ്റെ ഇന്റഗ്രൽ തന്നെ നമ്മൾ പഠിച്ച് മൈനസ് കോസ് എക്സ് ആണ്. അവിടെ മൈനസ് കോസ് എക്സിന്റെ സ്ഥാനത്ത് ഏതാ കിടക്കുന്നത്? ആ എ എക്സ് പ്ലസ് ബി അങ്ങനെ തന്നെ എഴുതണം. പ്ലസ് സി വരും. പക്ഷേ എക്സിന്റെ കോഎഫിഷ്യന്റ് അവിടെ എന്താ? എ ആണ്. എല്ലാ പ്രോബ്ലം ചെയ്യും പോലെ മൈനസ് 1/a വരണം. ഏതൊരു ടോപ്പിക്കിനകത്തും നമ്മൾ ചെയ്യുന്ന ഇതാണ്. നമ്മൾ സാധാ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ത് വരുന്നു അത് 1/a ചേർക്കുക. അത് ഏത് നമ്പർ വന്നാലും നമുക്ക് വിഷയമല്ല. അപ്പൊ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇന്റഗ്രൽ സൈൻ 5x മൈനസ് 2 ഇൻറ്റു ഡി എക്സ്. സൈൻ്റെ ഇന്റഗ്രൽ എന്താ? കോസ്. അപ്പൊ ഓൾറെഡി എന്ത് വരും? കോസ് 5x മൈനസ് 2 പ്ലസ് സി. തീർന്നോ? ഇല്ല, മൈനസ് അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ? 5 ആണ്. അപ്പൊ 1/5 ആൻസർ ആയി. 1/5 വരും. ദെൻ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഇന്റഗ്രൽ കോസ് 8 മൈനസ് 5x ഇൻറ്റു ഡി എക്സ് ആണ്. കോസിന്റെ ഫോർമുലയാണ് നോക്കുക. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചോണം. കോസിന്റെ ഫോർമുലയ്ക്കകത്ത് കോസിന്റെ ആൻസർ എന്താ? സൈനാ അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? സൈൻ 8 മൈനസ് 5x വരും. തീർന്നോ? ഇല്ല, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ? മൈനസ് 1/5 വരും. പ്ലസ് ചേർക്കുക. അപ്പൊ കോസ് ആണെങ്കിലും സൈൻ ആണെങ്കിലും ഫോർമുലയ്ക്ക് മാറ്റമൊന്നുമില്ല. ആ ഇക്വേഷൻ അങ്ങനെ തന്നെ വരും. അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ത് വരുന്നു അത് y വരും. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇന്റഗ്രൽ കോസ് 1 മൈനസ് 2x ഡി എക്സ് ആന്ന് വെച്ചോ. അവിടെ കോസിന്റെ ഫോർമുല എന്താ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ. അപ്പൊ സൈൻ 1 മൈനസ് 2x പ്ലസ് ഇ വരും. അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ? മൈനസ് 2 ആണ്. അപ്പൊ നമുക്ക് ബൈ മൈനസ് 2 വരും. നമ്മുടെ ആൻസർ ആയി. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. 5 കോസ് 8x മൈനസ് 5 ഡി എക്സ് ആണ്. കോസിന്റെ ഇന്റഗ്രൽ എന്താ? സൈന അല്ലേ? അപ്പൊ സൈൻ വരും. സൈൻ 8x മൈനസ് 5 അങ്ങനെ തന്നെ വരും. പ്ലസ് സി അങ്ങനെ വരും. തീർന്നോ? ഈ കോസിനകത്ത് എക്സിന്റെ കോഎഫിഷ്യന്റ് അവിടെ 1/8 ആണ്. അപ്പൊ നമ്മൾ 8 ആണ്. അപ്പൊ 1/8 വരും. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇന്റഗ്രൽ സൈൻ 4 മൈനസ് 6x ആണെന്ന് വെച്ചാൽ അവിടെ ഏതാ ക്വസ്റ്റ്യൻ? സൈൻ ആണ്. അപ്പൊ നമ്മൾ എന്താണ് എഴുതേണ്ടത്? കോസ് എഴുതും. കോസ് 4 മൈനസ് 6x പ്ലസ് ഇ. അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ? മൈനസ് 6 വരും. അപ്പൊ മൈനസ് 1/6 വരും. ഈ സൈനും കോസും എപ്പോഴും ഇടകലർത്തി പഠിക്കുക. കാരണം അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരിക്കും കേട്ടോ.